നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വോട്ടെണ്ണലിന് മുമ്പ് തന്നെ തലസ്ഥാനം വിട്ടുപോവുകയാണ് മുഖ്യമന്ത്രി. ഇരട്ടച്ചങ്കനെന്നൊക്കെ പേരുണ്ടെങ്കിലും ഒരുപക്ഷെ പരാജയ ഭീതിയിലാണോ പിണറായി വിജയൻ എന്ന് സംശയം തോന്നും. ഉദ്യോഗസ്ഥരോടൊക്കെ നന്ദി പറഞ്ഞാണ് മടക്കമെന്നതും ശ്രദ്ധേയമാണ്. കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലേക്ക് മടങ്ങിയത്. 10 വർഷം നീണ്ട ഭരണ തുടർച്ചയുടെയും അധികാരത്തിന്റെയും കേന്ദ്രമായിരുന്ന തിരുവനന്തപുരം വിട്ട് അദ്ദേഹം സ്വന്തം നാടായ കണ്ണൂരിലേക്ക് ഇന്നലെ മടങ്ങുകയായിരുന്നു. എന്നാൽ ഈ മടക്കം വെറും ഒരു യാത്ര മാത്രമായിരുന്നില്ല, മറിച്ച് കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം ഒപ്പം നിന്നവർക്കുള്ള നന്ദി പ്രകടനത്തിന് ശേഷവുമായിരുന്നു. സാധാരണയായി മുഖ്യമന്ത്രിമാർ സ്ഥാനമൊഴിയുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമോ നടത്തുന്ന കീഴ്വഴക്കങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വോട്ടെണ്ണലിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി വകുപ്പ് മേധാവികളെ നേരിൽ കണ്ടു. സെക്രട്ടേറിയറ്റിലെയും വിവിധ വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നന്ദി അറിയിക്കുകയായിരുന്നു. തന്റെ ഭരണകാലയളവിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒപ്പം നിന്ന ഉദ്യോഗസ്ഥർക്ക് ഹൃദ്യമായ യാത്രയപ്പാണ് അദ്ദേഹം നൽകിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്നാൽ ഈ കൂടിക്കാഴ്ചയിൽ ഉടനീളം തികഞ്ഞ ആത്മവിശ്വാസം മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. വീണ്ടും കാണാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം പരാജയം മണത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും കാണാമെന്ന വാക്കുകളോടെ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് വിട പറഞ്ഞു. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന LDFന്റെ ഉറച്ച വിശ്വാസം പ്രകടിപ്പിക്കുന്ന ചില നീക്കങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. മെയ് 1 തൊഴിലാളി ദിനത്തിൽ അവധിയായതിനാൽ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ ഉണ്ടായിരുന്നില്ല. ഉച്ചവരെ തലസ്ഥാനത്തുണ്ടായിരുന്നെങ്കിലും ഔദ്യോഗികമായി സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയുമില്ല. ഇതിനകം തന്നെ എല്ലാ വകുപ്പ് മേധാവികളുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം വിമാനമാർഗം കണ്ണൂരിലേക്ക് പുറപ്പെട്ടത്. വോട്ടെണ്ണൽ ദിനം അദ്ദേഹം സ്വന്തം നാട്ടിലായിരിക്കും ഫലം നിരീക്ഷിക്കുക. ഏതായാലും മുഖ്യമന്ത്രിയുടെ മടക്കം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. വോട്ടെണ്ണലിന് മുമ്പ് തന്നെ നന്ദി പറഞ്ഞ് മടങ്ങിയത് ഭരണമാറ്റത്തിന്റെ സൂചനയാണോ അതോ 10 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം ചെറിയ ഇടവേള എടുത്തതാണോ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്. LDF ക്യാമ്പുകൾ 3-ാം ഊഴം ഉറപ്പിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം നൽകുന്ന പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് LDFകാർ പറയുന്നു. എന്നാൽ 2016 അധികാരമേറ്റ പിണറായി വിജയൻ സർക്കാർ 2021 ചരിത്രപരമായ ഭരണ തുടർച്ച നേടിയാണ് 2ാം വട്ടവും അധികാരത്തിലെത്തിയത്. പ്രളയം, നിപ്പ, കോവിഡ് തുടങ്ങിയ മഹാമാരികളെ നേരിട്ട പിണറായി സർക്കാരിന്റെ 3ാം പരീക്ഷണ ഫലമാണ് ഇനി പുറത്തു വരാനിരിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കർശന സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ജനവിധി എന്തു തന്നെയായാലും പിണറായി വിജയൻ എന്ന നേതാവ് തിരുവനന്തപുരം വിടുമ്പോൾ അത് യുഗത്തിന്റെ പരിസമാപ്തിയാണോ അതോ പുതിയ തുടക്കത്തിന്റെ മുന്നോടിയാണോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും പിണറായി വിജയൻ ഭയന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സാധാരണഗതിയിൽ അത്രയധികം ആത്മവിശ്വാസം പിണറായി വിജയൻ ഉണ്ടായിരുന്നുവെങ്കിൽ തലസ്ഥാനത്ത് തന്നെ തുടരേണ്ടതാണ്. തലസ്ഥാനത്ത് തുടർന്നാൽ ഭരണവിരുദ്ധ വികാരമുണ്ടായാൽ, ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ വലിയ രീതിയിൽ മാധ്യമങ്ങളടക്കം അദ്ദേഹത്തെ പൊതിയുന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ കണ്ണൂരാണെങ്കിൽ അതിനുള്ള സാധ്യതകളില്ല. ഒരുപക്ഷെ പരാജയ ഭീതിയിലാണോ അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങിയത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാനും കഴിയില്ല. പിണറായി വിജയൻ വലിയ ആത്മവിശ്വാസം ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അവരുടെ ചില പ്രവർത്തികളിൽ നിന്ന് പരാജയം മണത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് ആഴ്ചകളായി ശിവൻകുട്ടി വലിയ പരിഭ്രാന്തിയിലാണ്. തിരുവനന്തപുരം നഗരസഭയെ കണക്കെറ്റ് ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഭരണഭീതി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. ഏതായാലും പിണറായി വിജയന്റെ സേഫ് എക്സിറ്റ് ആണോ കണ്ണൂരിലേക്കുള്ള മടക്കം എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാനും ആവില്ല.